أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാർ, നമ്മളൊക്കെ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പല ആഗ്രഹങ്ങളും ഉണ്ടാകും, പല സ്വപ്നങ്ങളും ഉണ്ടാകും, പല ആവശ്യങ്ങളും ഉണ്ടാകും, അതുപോലെ പല വിഷമങ്ങളും ഉണ്ടാകും. എല്ലാ ഖൈറും എല്ലാ ഷറും അല്ലാഹുവിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങളെ നടത്തിത്തരാൻ വേണ്ടി നമ്മൾ പലപ്പോഴും അല്ലാഹുവോട് ദുആ ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആഇന് ഉത്തരം കിട്ടാറുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. പല ആളുകളും പറയും, അല്ലാഹുവോട് ഞാൻ എത്ര ദുആ ചെയ്തു, പക്ഷേ എനിക്ക് ഫലം കിട്ടിയില്ല. ദുആ ചെയ്തിട്ട് ഫലം കിട്ടാതെ വരുമ്പോൾ പല ആളുകളും വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. എനിക്കൊരാവശ്യമുണ്ട്, എനിക്കൊരു ജോലി സംബന്ധമായ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പരീക്ഷ സംബന്ധമായ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ലൈസൻസ് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഒരു വിഷമമുണ്ട്. ഇതിനൊരു പരിഹാരം എന്താണ് ഞാൻ ചെയ്യേണ്ടത്? റബ്ബിന്റെ സഹായം കിട്ടാൻ എന്ത് അമലാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു വിളിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ സഹായം തേടുമ്പോൾ അത് നമ്മൾ സ്വയം പ്രാർത്ഥിക്കുകയാണെങ്കിലും ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം ദുആക്ക് ഇജാബത്തുള്ള ഇസ്മുകളോ അമലുകളോ ദിക്റുകളോ സ്വലാത്തുകളോ ഇസ്മുകളോ നമ്മൾ ചൊല്ലുകയോ പറയുകയോ ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകണമെങ്കിൽ രണ്ട് നിബന്ധന അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ സഹായം തേടുമ്പോൾ, അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആഇന് അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകാൻ രണ്ട് നിബന്ധനകളുണ്ട്. ആ രണ്ട് നിബന്ധന നമ്മൾ പാലിച്ചാൽ തീർച്ചയായും അള്ളാഹു പെട്ടെന്ന് നമുക്ക് ഉത്തരം തരും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ ഒരു അത്ഭുതകരമായ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദആനി. നബിയെ, അങ്ങയോട് എന്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങൾ പറഞ്ഞു കൊടുക്കണം. എവിടെയാണ് അള്ളാഹു? അള്ളാഹുവിനെ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ഹിമാലയത്തിലേക്ക് സഞ്ചരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഏഴാൻ ആകാശത്തിന്റെ മുകളിലേക്ക് പോകേണ്ട കാര്യമില്ല. അള്ളാഹു എവിടെയാണ്? അള്ളാഹു നമ്മുടെ തൊട്ടടുത്തുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഞാൻ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് എന്ന് നബിയെ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അപ്പൊ അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉത്തരം നൽകാൻ, നമ്മുടെ ആവശ്യങ്ങൾക്ക് മറുപടി നൽകാൻ, അല്ലാഹു നമ്മെ സഹായിക്കാൻ അല്ലാഹു നമ്മുടെ തൊട്ടടുത്തുണ്ട്. അല്ലാഹുവോളം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന വേറെ ആരാണുള്ളത്? ഫസ്കുറൂനി അസ്കുറുക്കും. അല്ലാഹുവിന്റെ ഖുർആനിലെ മറ്റൊരു ആയത്താണ്, നിങ്ങൾ എന്നെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ നിങ്ങളെ ഓർക്കും. നാം നമ്മുടെ ഭാര്യയെ കുറിച്ച് ഓർക്കുമ്പോൾ ഭാര്യ നമ്മെ കുറിച്ച് ഓർക്കുവോ? നാം നമ്മുടെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ മക്കള് നമ്മെ കുറിച്ച് ഓർക്കുവോ? നാം നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ മാതാപിതാക്കൾ നമ്മെ കുറിച്ച് ഓർക്കുവോ? ഒരിക്കലുമില്ല. ഒരു ബെഡിൽ കിടന്നുറങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാര് പോലും പരസ്പരം, ഭർത്താവിന് നെഞ്ചുവേദന വന്നാൽ ഭാര്യ അറിയണമെങ്കിൽ തൊട്ടു വിളിക്കണം. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മളൊന്ന് ഓർത്തു കഴിഞ്ഞാൽ, അല്ലാ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ അള്ളാഹു നിന്നെ കുറിച്ച് ഓർക്കാണ്. അത്രയും തൊട്ടടുത്താണ് അള്ളാഹു ഉള്ളത്.
അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅാനി. അവർ ദുആ ചെയ്യുമ്പോൾ അവരുടെ ദുആഇന് ഉത്തരം കൊടുക്കാൻ ഞാൻ അവരുടെ തൊട്ടടുത്തുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഉത്തരം കിട്ടാത്തത്? ഇസ്മുകൾ ചൊല്ലുമ്പോൾ, ദിക്റുകൾ ചൊല്ലുമ്പോൾ, അമലുകൾ ചെയ്യുമ്പോൾ, സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ, ആയത്തുകൾ ചൊല്ലുമ്പോൾ, സൂറത്തുകൾ ഓതുമ്പോൾ, ഇങ്ങനെ പല രൂപത്തിലും പല സന്ദർഭത്തിലും പാതിരാത്രിയിൽ തഹജ്ജുദിന്റെ സമയത്ത് പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി വിശുദ്ധമായ ഖുർആൻ ഖത്തം പൂർത്തീകരിച്ച് നോമ്പെടുത്ത് നോമ്പ് മുറിക്കുന്ന സമയം, വെള്ളിയാഴ്ച രാവിൽ ശ്രേഷ്ഠമാക്കപ്പെട്ട സമയങ്ങളിൽ പല രൂപത്തിലും പല ടെക്നിക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ദുആഇന് നമ്മൾ അള്ളാഹു നമുക്ക് ഉത്തരം നൽകുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു രണ്ട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഇദാ സഅലക ഇബാദി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി എന്ന് മാത്രം പറഞ്ഞു നിർത്തിയിട്ടില്ല. അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. എന്നാൽ ഉത്തരമൊക്കെ തരാം. ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷദൂൻ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, രണ്ട് വിഷയങ്ങൾ, രണ്ട് നിബന്ധന. ഒന്നാമത്തെ നിബന്ധന, നിങ്ങൾ എനിക്കും ഉത്തരം നൽകണം, നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുകയും വേണം. രണ്ട് നിബന്ധന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. അല്ലാഹുവിൽ വിശ്വസിക്കണം. നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണ്. കാര്യം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ ഉയർത്തും. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ, അത് പറ്റൂല. അല്ലാഹുവിൽ യഥാർത്ഥ വിശ്വാസം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന. അല്ലാഹു പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കണം. ആ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ നടക്കണം. രണ്ടാമതായി അല്ലാഹു പറഞ്ഞത് ഫൽയസ്തജീബൂ ലീ, എനിക്കും നിങ്ങൾ ഉത്തരം തരണം എന്ന് പറഞ്ഞാൽ അല്ലാഹു ചില കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ജീവിക്കണം, 5 നേരം നിസ്കരിക്കണം, റമദാനിൽ നോമ്പെടുക്കണം, സകാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, കള്ള് കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശയുമായി ബന്ധപ്പെടരുത്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കരുത്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നടക്കരുത്, കൊലപാതകം ചെയ്യരുത്. ഇങ്ങനെ തുടങ്ങി നാം ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങളും അള്ളാഹു പറഞ്ഞിട്ടില്ലേ? നാം ചെയ്യേണ്ടുന്ന പല വിഷയങ്ങളും അള്ളാഹു പറഞ്ഞിട്ടില്ലേ? ആ വിഷയങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് അള്ളാഹു നമുക്ക് ഉത്തരം തരാത്തത്? ഈ രണ്ട് നിബന്ധനകൾ പ്രാർത്ഥിച്ച് അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്താൽ ഏത് ആവശ്യവും അള്ളാഹു നിറവേറ്റിത്തരും. 1 മിനിറ്റ് സമയം പോലും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യുക. ദുആഇന് ഇജാബത്തുണ്ട്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ആവശ്യം വരുമ്പോൾ മാത്രമല്ല. ദുആ എന്നുള്ളത് വെറും ആവശ്യം നേടിയെടുക്കാനുള്ളൊരു സബബ് മാത്രമല്ല, അതൊരു ആരാധന കൂടിയാണ്. ആവശ്യമുള്ള സമയത്തും ആവശ്യമില്ലാത്ത സമയത്തും നമ്മൾ ദുആ ചെയ്യണം. നമ്മളെപ്പോഴും ദുആ ചെയ്യുന്നവരായി മാറണം. അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് അള്ളാഹു നമ്മെ കൈവിടൂല. ആവശ്യമുള്ള സമയം മാത്രം നോക്കി റബ്ബിനെ ഓർക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ദുആഇന്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.